കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിക്കിടെ കൊല്ലപ്പെട്ട ഡോക്ടർ വന്ദനാദാസിന്റെ ഓർമ്മകൾക്ക് ഇന്നേക്ക് 3 വർഷം. കേരളത്തിന്റെ മനസാക്ഷി ഞെട്ടിച്ച സംഭവത്തിൽ കോടതി വിധി വന്നുവെന്ന പ്രത്യേകതയും ഈ വർഷമുണ്ട്. കോട്ടയം കുറുപ്പന്തറയിലെ വീട്ടിൽ വന്ദനയുടെ ചിത്രത്തിന് മുന്നിൽ ഇപ്പോഴും ആ തിരി കത്തുന്നുണ്ട്. തങ്ങളുടെ പ്രിയപ്പെട്ട മകൾക്കായി മാതാപിതാക്കൾ അത് അണയാതെ സൂക്ഷിക്കുന്നു. മലയാളികളുടെ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവം നടന്നിട്ട് 3 വർഷം പിന്നിടുമ്പോൾ പ്രതിയായ സന്ദീപിനെ കോടതി ശിക്ഷിച്ചു എന്ന ആശ്വാസം മാത്രമാണ് കുടുംബത്തിനുള്ളത്. 2023 മെയ് 10 പുലർച്ചെ 3:30-ക്കായിരുന്നു കേരള മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവം. ഡ്യൂട്ടിയിലുണ്ടായ വന്ദനയെ പലതവണ കുത്തിവീഴ്ത്തുമ്പോൾ സുരക്ഷയ്ക്കെത്തിയവർക്ക് പോലും ഒന്നും ചെയ്യാനായില്ല. പ്രതിക്ക് കൈവിലങ്ങിടാതിരുന്നത് വലിയ വീഴ്ചയായി. നാടിനെ നടുക്കിയ സംഭവത്തിന് ശേഷം നീതിക്കു വേണ്ടി മാതാപിതാക്കൾ നിയമപോരാട്ടം തുടങ്ങി. മാനസിക വെല്ലുവിളിയുണ്ടെന്നും കുറ്റവിമുക്തനാക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതി കോടതിയിൽ അപ്പീൽ നൽകി. എന്നാൽ ഇതെല്ലാം കോടതി തള്ളിക്കളഞ്ഞു. ഒടുവിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ജീവപര്യന്തം ശിക്ഷയും കോടതി വിധിച്ചു. പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് നിയമപോരാട്ടം തുടരാനാണ് കുടുംബത്തിന്റെ തീരുമാനം. 3 വർഷം പിന്നിടുമ്പോൾ മകളുടെ ഓർമ്മകളിൽ ജീവിക്കുകയാണ് ഈ മാതാപിതാക്കൾ. വീട്ടിലെ വന്ദനയുടെ മുറി ഇന്നും അവളുടെ ഓർമ്മയ്ക്കായി സൂക്ഷിച്ചിട്ടുണ്ട്. കോട്ടയത്തും ആലപ്പുഴയിലും ആശുപത്രികൾ തുടങ്ങി വന്ദനയുടെ സ്വപ്നവും മാതാപിതാക്കൾ യാഥാർത്ഥ്യമാക്കി. 24 കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.